ഡൽഹിയിൽ പണ്ടൊരു അപ്പച്ചൻ വിസിലൂതിയതാ, അണ്ണാ ഹസാരെ, നല്ല പാർട്ടി, ആപ്പ് പാർട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരുവൻ ഇറങ്ങി വന്നു, അമേരിക്കക്കാരൻ അഭിജിത്ത്, കോക്രോച്ച് ജനതാ പാർട്ടി, ജന്തർ മന്ദർ സമരം. അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പണ്ടത്തെ കാല ശീലാ സച്ചാൻ ഓർമ്മയുണ്ട്. ഓണം എന്തോ ഉറിയടി, ഊഞ്ഞാല്, ഉപ്പേരി. ഇന്ന് ഓഫർ. പഴയ വാഷിംഗ് മെഷീന് പുതിയത്, 5 രൂപയ്ക്ക് ചട്ടി, 10 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 1 രൂപയ്ക്ക് കാറ്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന, 4 ഇസ്രയേൽ, 5 ഇന്ത്യ. അമേരിക്കക്കാരൻ അഭിജിത്ത് വന്നപ്പോൾ 10,000 ആംകൊച്ചുങ്ങളും പെൺകൊച്ചുങ്ങളും, നെയ്യാറ്റി കടന്ന പെൺപിള്ളാർ വരെ അവിടെ ചെന്ന്. സന്തോഷമില്ലല്ലോ. കൊച്ചി കടന്നവർ അവിടെ ചെന്ന്, സകല ജാതികളും. രാത്രി ക്ലിയർ ആൻഡ് പ്യുവർ വേർഡ്, ദ വേർഡ് ഓഫ് ഗാഡ്. അതുകൊണ്ട് അടുത്തത് കണ്ടോ, ആരും മിണ്ടണ്ട. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദബൈ, പൂങ്കുഴി, കുഴിയാറ്റിൽ സ്വാമി പ്രകാശാനന്ദ, എല്ലാവരും ഇതിനകത്ത്. 5 പേരെ കാണാറില്ല. 1 പെന്തക്കോസ്, 2 ബ്രദർ, 3 CSI, 4 ഇവാഞ്ചലിക്കൽ, 5 മർത്തോമാക്കാർ. ഇത്രയും പേര് ചെന്നിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ ആയിട്ടില്ല. കരം ഉയരുന്നില്ലല്ലോ. இந்த நாட்களில் ஓபர் പറഞ്ഞപ്പോഴാ சகோதரமாக இருக்குது. ഞങ്ങൾ ஓபர் கிட்டே எവിടെ போ, இந்த தமிழ்நாடு அருமையான ஊழியக்காரர் இருக்குது. முன்னாடி தமிழ்நாட்டில் தள்ளுபடி சந்தோஷம் இல்லை ஊழியக்காரர், മനസ്സിലാകുന്നവർക്കായി. அந்த மாதிரி இங்கே ஓபர் സന്തോഷം ഇല്ലല്ലോ. ചിന്നമ്മാമയ്ക്ക് പണ്ടത്തെ കാല ശീലാ സച്ചാൻ ഓർമ്മയുണ്ട്. ഓണം എന്തോ ഉറിയടി, ഊഞ്ഞാല്, ഉപ്പേരി. ഇന്ന് ഓഫർ. പഴയ വാഷിംഗ് മെഷീന് പുതിയത്, 5 രൂപയ്ക്ക് ചട്ടി, 10 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 1 രൂപയ്ക്ക് കാറ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്ത്യകാലമായില്ലയോ? ഇതെല്ലാം അവസാന കാലം. അങ്ങനെയെങ്കിൽ 1 മതം, 2 ഭരണം. 3 വാക്യം കൂടെ വേഗത്തിൽ നിർത്താം. 3-ാമത്തെ കാര്യം, ജനമിളകുന്നു. കോക്രോച്ച് പാർട്ടിയിലേക്ക് വരാം, മനസ്സിലാകുന്നവർക്കായി. 2009 ഒരു അമേരിക്ക ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന വി വാണ്ട് ജോബ് അതർവൈസ് ഗോ ടു ജയിൽ. തൊഴിലല്ലെങ്കിൽ ജയിൽ. അതാ ഈ CPI ഇവിടെ ഏറ്റെടുത്ത നെയ്യാറ്റിൻകരക്കാർ. തൊഴിലല്ലെങ്കിൽ ജയിൽ. നമ്പർ 1 അമേരിക്ക. ബ്രിട്ടനിൽ കുർബാനക്കാർക്ക് ആൾക്കാരിളകി. ഗൾഫ് രാജ്യങ്ങളിൽ ഷേഖുമാരുടെ കാറ് തടഞ്ഞു. ചൈനയിലെ ടിയാമൻ സ്ക്വയറിനകത്ത് എന്താ സംഭവിച്ചത്? പിള്ളാരെ വെടിവെച്ച് കൊന്നു. അന്ത്യകാലം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? ജനം എല്ലായിടത്തും അങ്ങോട്ട് ഇളകാൻ തുടങ്ങി. ലീഡർ വേണ്ട. മൂന്നാറിലെ പെമ്പിളை ഒരുമായി സമരം. ഇതെല്ലാം അന്ത്യകാലം. ഡൽഹിയിൽ പണ്ടൊരു അപ്പച്ചൻ വിസിലൂതിയതാ, അണ്ണാ ഹസാരെ, നല്ല പാർട്ടി, ആപ്പ് പാർട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരുവൻ ഇറങ്ങി വന്നു, അമേരിക്കക്കാരൻ അഭിജിത്ത്, കോക്രോച്ച് ജനതാ പാർട്ടി. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. കൊടിയില്ല, വടിയില്ല, പാർട്ടി ഓഫീസില്ല, ഒന്നുമില്ല. അവൻ ഇന്റർനെറ്റ് ഒരു പാർട്ടി, ലക്ഷങ്ങൾ ഇടിച്ചു കയറുവാച്ചായ കണ്ടില്ലയോ? ഡൽഹി ജന്തർ മന്ദർ, മലയാളി, തമിഴൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻകാരൻ, എല്ലാവരും ഡൽഹി ചലോ. മനസ്സിലാകുന്നവർക്കായി എവിടെ ഇറങ്ങി? ഇതാണ് ഇന്റർനെറ്റ്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. ഇന്റർനെറ്റ്. ഇന്നെല്ലാവരും കേൾക്കണം, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. 2 വാക്യം കൂടെ ഇന്ന് ഞാൻ നിർത്താം. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? എലോൺ മസ്ക് അടുത്ത ദിവസം ചിന്തിക്കും. 2016 കയറിയത് അമേരിക്കയിൽ. അവൻ്റെ കമ്പനിയാ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. അവൻ്റെ സാറ്റലൈറ്റ് ആകാശത്തിൽ കിടക്കുന്ന, അതിൻ്റെ പേരാ സ്റ്റാർ ലിങ്ക്. അവസാന രാത്രി ഇതെല്ലാം നിങ്ങൾ കേൾക്കണം. എന്താ അതിൻ്റെ സംഭവം? ഇന്ന് ഫ്രീ വൈഫൈ. എല്ലാവരും കേൾക്കണം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഫ്രീ വൈഫൈ. കേപോണിൻ്റെ വൈഫൈ KSRTC കിട്ടും. അതുപോലെ എലോൺ മസ്കിൻ്റെ വൈഫൈ എവിടാ? ലോക രാജ്യങ്ങളിൽ മുഴുവൻ. 5 രാജ്യങ്ങൾക്ക് എലോൺ മസ്കിൻ്റെ വൈഫൈ തടയാൻ പറ്റൂ. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന, 4 ഇസ്രയേൽ, 5 ഇന്ത്യ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഫ്രീ വൈഫൈ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്ദറിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു. വാട്സപ്പ് പോയില്ല. പക്ഷേ നേപ്പാളിൽ കലാപമുണ്ടായപ്പോൾ നേപ്പാൾ ഗവൺമെൻറ് ഇത് കട്ട് ചെയ്തു. പക്ഷേ വൈഫൈ ആകാശത്തിൽ നിന്ന് ഇറങ്ങി. ബംഗ്ലാദേശിൽ ഇറങ്ങി ജൻസി, നേപ്പാളിൽ ശ്രീലങ്കയിൽ ഇറങ്ങി. അവർക്കിത് തടയാൻ പറ്റത്തില്ല. ചായ ഒരുവൻ വൈഫൈ കട്ട് ചെയ്താൽ എലോൺ മസ്ക് കൊടുക്കും. അതിൻ്റെ അർത്ഥം ജനം റോഡിലിളകും. മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ നിങ്ങൾ കേൾക്കണം. അന്ത്യകാലം. പോസ്റ്റർ വേണ്ട, കാര്യം വേണ്ട. നമ്മുടെ 3 സഹോദരന്മാർ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി കാത്തു. രമേശ് ചെന്നിത്തല, നമ്മുടെ മറ്റേ സതീശൻ സാറ്, KC വേണുഗോപാൽ. ജനം റോഡിലിളകി. എങ്ങനെ? തിരുവനന്തപുരത്ത് നിന്ന് 2 ചെറുക്കപ്പക്കാർ വാട്സപ്പിൽ വോയിസ് ക്ലിപ്പ് ഇട്ടു. പട നയിച്ചവൻ തേര് തയ്ക്കട്ടെ, സതീശൻ ചേട്ടന് വേണ്ടി റോഡിൽ ഇറങ്ങാമെന്ന്. സന്തോഷമില്ലല്ലോ. 2 വോയിസ് ക്ലിപ്പ് തിരുവനന്തപുരത്ത് നിന്ന്.
നെയ്യാറ്റിൻകര തൊട്ട് കാസർഗോഡ് വരെ ജനം റോഡിലിളകി. നേതാവ് വേണ്ട, മുദ്രാവാക്യം വേണ്ട. മനസ്സിലായോ? എന്താ പട നയിച്ചവൻ തേര് നയിക്കട്ടെ, സതീശൻ ചേട്ടന് വേണ്ടി റോഡിൽ ഇറങ്ങാം. 2 വോയിസ് ക്ലിപ്പ്. പിറ്റേന്ന് നെയ്യാറ്റിൻകര സതീശൻ ചേട്ടൻ നയിക്കട്ടെ, സിറ്റി സതീശൻ ചേട്ടൻ നയിക്കട്ടെ, കാസർഗോഡ് സതീശൻ നയിക്കട്ടെ, കൊല്ലത്ത് എല്ലാവരും കൂടെ നേതാവും വേണ്ട, ഒന്നും വേണ്ട, 2 വോയിസ് ക്ലിപ്പ്. എവിടം വരെ അയച്ചാ? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. ഇതിൻ്റെ നടുവിൽ സ്വർഗത്തിൻ്റെ കരമിറങ്ങി വരാൻ പോകുന്നു. വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുവന്റെ കയ്യിൽ അധികാരം വരുന്നതിന് മുമ്പ് വായിക്കാം. ഹഗ്ഗായി 2:6-7. 2 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിപ്പിക്കും. ഹഗ്ഗായി 2:6-7. മോള് വായിച്ചോട്ടെ. ഈ വാക്യം എല്ലാവരും എടുത്താട്ടെ. കുഞ്ഞെടുക്കുന്ന വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. നിങ്ങൾ കണ്ടില്ലേ? ദാ കിടക്കുന്ന കര ഇളകി, കവളപ്പാറ, പുത്തുമല സകലത് പിറങ്ങി, കടലിളകി. ദാണ്ട് ഓലത്താന്നിക്ക് അപ്പുറത്തോട്ട് പോയാൽ നിങ്ങൾക്കറിയാം, പുല്ലുവിള, പൂവാർ, എല്ലായിടത്തും കടലിളകി, സുനാമി. അടുത്തത്, ഞാൻ സകല ജാതികളെയും ഇളക്കും. അമേരിക്കക്കാരൻ അഭിജിത്ത് വന്നപ്പോൾ 10,000-കണക്കിന് ആംകൊച്ചുങ്ങളും പെൺകൊച്ചുങ്ങളും, നെയ്യാറ്റി കടന്ന പെൺപിള്ളാർ വരെ അവിടെ ചെന്ന്, സന്തോഷമില്ലല്ലോ, കൊച്ചി കടന്നവർ അവിടെ ചെന്ന്, സകല ജാതികളും, നിറമില്ല, മണമില്ല, വിദ്യാഭ്യാസമില്ല. ഡൽഹിയിൽ കർഷക സമരം 1, അമിത്ഷാജി മോഡി സാറും കുടുങ്ങിപ്പോയി. 2, ജന്തർ മന്തർ സമരം. അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുകൊണ്ട് പുറത്തിറങ്ങി. കഴിഞ്ഞ ദിവസം വക്കീലന്മാരെ പോലെ എൻറോൾമെന്റിന് അഭിജിത്ത് പറഞ്ഞ ഇനി ഞങ്ങൾ ഇറങ്ങണമെന്ന്. കരമുയരുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർക്ക് ഒറ്റ രാഷ്ട്രീയ പാർട്ടിയും വേണ്ട, കൊടിയും വേണ്ട. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികളുടെയും മനോഹര വസ്തു. ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? ഇന്ന് രാത്രി നെയ്യാറ്റിൻകരക്കാർ കേൾക്കട്ടെ. ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? യേശുക്രിസ്തു പെന്തക്കോസ്തിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSAയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, യേശുക്രിസ്തു ഹൈന്ദവന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക്, കരമുയർത്തുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം തന്നെങ്കിൽ ഇന്ന് രാത്രി, ആദ്യ രാത്രി വിളാങ്ങാമറിയോട് പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട, നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക ദൈവ, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി വിളാങ്ങാമറിയേ, കാലം സമീപ, ദൈവരാജ്യ സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. രാത്രി മൃഗം എഴുന്നേറ്റു വരാറായി. എന്നാൽ ഈ മൃഗത്തെ നമ്മൾ കാണുമോ? മശിക വരുമോ? 2 കാര്യം വായിക്കുന്നു. യോഹന്നാൻ 14:30 വാക്യം. കുഞ്ഞു വായിച്ചട്ടെ. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. യേശു ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇനി അധികം നിങ്ങളോട് സംസാരിക്കുകയില്ല. അടുത്ത വാക്ക്, ലോകത്തിന്റെ പ്രഭു വരുന്നു. ആന്റിക്രൈസ്റ്റിനെ, ലോകത്തിന്റെ പ്രഭു വരുന്നു. അടുത്തത് അച്ചായ, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അവൻ എന്നോടൊരു കാര്യവുമില്ല. എങ്കിലും മതി. യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിൻ്റെ മക്കളോടും കാര്യമില്ല. കരമുയർത്തുന്നവർക്ക് അത് മുൻപ് കാൽവറിയിൽ കൂടി രക്ഷ പ്രാപിച്ചവർ പ്രിയന്റെ വരവിൽ എടുക്കപ്പെടും. ഒരു വാക്യവും കൂടെ വായിച്ച് ഈ രാത്രി അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി ഒരു കൺക്ലൂഷൻ. ടൈറ്റാനിക് കപ്പൽ, എല്ലാവരും കേൾക്കണേ. വിളാങ്ങാമുറിക്കാർ 2-3 മിനിറ്റ് കൂടി ഇരുന്നാട്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പ്രസംഗിക്കുക. നല്ല ദൈവ സാന്നിധ്യം അതുകൊണ്ടായി പോകുന്നത്. ഇന്ന് രാത്രി ടൈറ്റാനിക് കപ്പൽ 1912 ഏപ്രിൽ മാസം 14 ഒരു കപ്പൽ പോയി. വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. എല്ലാവരും കേട്ടാട്ടെ. അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ സ്മിത്ത്. 50,000 ഹോഴ്സ് പവർ. ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. എല്ലാവരും കേൾക്കണം. ഇതാ പ്രസംഗം. എന്താ? കന്നിയാത്രയാട്ടും പാട്ടും. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞുമല, അറ്റ്ലാന്റിക്കിൽ മഞ്ഞുമല കണ്ടു. അപ്പോൾ ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റൻ മഞ്ഞുമല റൂട്ട് മാറ്റിവിടാം. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും തകരത്തില്ലെന്ന്. ഈ രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. മഞ്ഞുമലയെ അവഗണിച്ചുകൊണ്ട് ക്യാപ്റ്റൻ യാത്രയായി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അറ്റ്ലാന്റിക്, അതിനകത്ത് ഈ ടൈറ്റാനിക് കപ്പൽ തകർന്നു വീണു. മനുഷ്യ, നീ പണിയുന്നത് മുഴുവൻ തകരും. മനസ്സിലാകുന്നവർക്ക് ഇതാ സുവിശേഷ പ്രസംഗം. മണികമാളിക പണിഞ്ഞാലും അമ്പരചുമ്പി പണിഞ്ഞാലും. കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ ഒരു വീഡിയോ കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. നെയ്യാറ്റിൻകരയിൽ നിന്ന് പയ്യൻ തീപ്പെട്ടിക്കൊള്ളി ഇടുന്ന പോലെ അച്ചായ കെട്ടിടങ്ങൾ വീണത് കൊളംബിയായി. സ്വോത്രം എത്ര ക്ലിയറായി. എന്നിട്ടും ഇവർ മദ്യപാനം നിർത്തുന്നില്ല. ഭൂമി പടുപട പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ, ടൈറ്റാനിക് തകർന്നു. പ്രസംഗം ഇതല്ല. ക്യാപ്റ്റൻ സ്മിത്ത്, എല്ലാവരും കേൾക്കണം. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്?
ഡെക്കിനകത്ത് കയറാൻ. അതൊന്നാമത്തെ കാര്യം. അപ്പം പെങ്കൊച്ചുങ്ങളും കുഞ്ഞുങ്ങളും ഡെക്കിനകത്ത് കയറാൻ. അപ്പം ഒരു പെങ്കൊച്ച് ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അതാ ടൈറ്റാനിക് സിനിമ. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്മിത്ത് വന്ന് ചോദിച്ചു, എവരി ലേഡീസ് കം ടു ദ പ്ലാറ്റ്ഫോം അണ്ടർ ഡെക്ക് വന്നു. വൈ യു ഡു നോട്ട് കം? എന്തിനാ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിവാഹമോചനം നടക്കുന്നവർക്ക് വേണ്ടി അത് പറയുന്നത്. അവൾ പറഞ്ഞു, ബാക്ക് 2 weeks അവർ മാരേജ് ഈസ് കണ്ടക്റ്റഡ് ബൈ ലണ്ടൻ കാത്തലിക് ചർച്ച്. ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞു, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വിയോജിപ്പിക്കരുത്. അതാ അമ്മാമേ ടൈറ്റാനിക് സിനിമ രണ്ടും വെള്ളത്തിൽ വീണുപോയി അച്ഛാ. അതാണ് സംഭവം. ആ പെങ്കൊച്ച് വിട്ടില്ല ഭർത്താവിന്. ബിഷപ്പിൻ്റെ വാക്ക്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വിയോജിപ്പിക്കരുതെന്ന്. സ്തോത്രം. അത് കത്തോലിക്ക. ബാക്കി കേക്ക്. പ്രസംഗം അതല്ല. 2 കാര്യം കൂടെ പറഞ്ഞ് ഇപ്പം നിർത്താം, ബാക്കി നാളെ. എന്താ എൻ്റെ സംഭവം എന്നറിയാവോ? ടൈറ്റാനിക് തകർന്നപ്പം ഒരു ചേട്ടൻ ചപ്പാത്തി മെസ്സി വന്ന് മേളിൽ. ആ സമയത്ത് ആ ടൈറ്റാനിക് കുലുങ്ങുന്നത്. ഇന്നത്തെ കണക്ക് GPayയും ഗൂഗിൾ പേയും ഒന്നുമല്ല. ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ തലേണയുടെ കീഴിൽ $1,00,000 ഉണ്ട്. പ്ലാങ്ങാമറിക്കാർ കേൾക്കണം. അവനൊരു താല്പര്യം, ഇറങ്ങിപ്പോയി പണമെടുക്കാം. സ്റ്റെപ്പ് താഴോട്ടിറങ്ങുന്നത് 4-5 നിലയുണ്ട് ടൈറ്റാനിക്ക്. താഴോട്ടിറങ്ങിയപ്പോൾ ആരാണ്ട് അവൻ്റെ ഉള്ളിൽ പറയുക, പോയാൽ നീ ഉപ്പ് വെള്ളത്തിലാണ്, ഇനി കയറാൻ പറ്റത്തില്ല. സന്തോഷമില്ലല്ലോ. അവൻ നിർത്തി, നേരെ പെരിയ മേളിലോട്ട് വന്ന് നെഞ്ചത്ത് കൈവച്ച്, അയ്യോ പണം എടുക്കാൻ പോയി എൻ്റെ ജീവൻ പോവും. അന്നേരം ഉണ്ട് ആ ചപ്പാത്തി പലക ഇട്ടേക്കുന്നിടത്ത് കുറച്ച് ലൈഫ് ജാക്കറ്റ് കിടക്കുന്നു. ആരോ അവൻ്റെ ഉള്ളിൽ സംസാരിച്ചു, ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് കടലിൽ ചാട്, ബോട്ട് വന്ന് രക്ഷപ്പെടും. അവൻ പിന്നോട്ട് നോക്കിയില്ല. സന്തോഷമില്ലല്ലോ. സ്തോത്രം. ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ പിന്നോട്ടല്ല നോക്കിയത്, അവർ മുന്നോട്ടാണ് നോക്കിയത്. സ്തോത്രം. ഇതാ ദൈവജനത്തിൻ്റെ വിടുതൽ. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തുകൊണ്ട് നീ പോകാവ്. ചെങ്കടൽ കടന്നവൻ പുറയിൽ പറവോൻ്റെ അടിമത്തമല്ല നോക്കിയത്, വിളിച്ച ദൈവം മോശയാൽ അവരെ വഴി നടത്തും. സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് നീ പോകാവൂ. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. അവൻ ആ ലൈഫ് ജാക്കറ്റ് എടുത്തു, അവൻ ചാടി. എല്ലാ ചേട്ടന്മാരും കേൾക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ലൈഫ് ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ ഒരു പുസ്തകം എഴുതി, എ ലൈഫ് ജാക്കറ്റ് ഈസ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. ഞാൻ അവൻ എഴുതിയിരിക്കുക, ഞാൻ എൻ്റെ $1,00,000 വേണ്ടി ഞാൻ താഴെ ഇറങ്ങിയെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തിൽ ഞാൻ അലിഞ്ഞു പോയന്. എന്നാൽ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് ഞാൻ ചാടിയെടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി വ്ളാങ്ങാമുറിയോട് ആദ്യ രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കാൽവറിയിൽ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്പർ 1 ടൈറ്റാനിക്. 2 കാര്യം കൂടെ കേൾക്കണം സഹോദരങ്ങൾ. ലൈവും കേൾക്കണം, നാട്ടുകാരെ കേൾക്കണം. ഈ അടുത്ത സമയത്ത് എല്ലാവരും കേൾക്കണം. 3-5 ധനവാന്മാർ ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് തേടിപ്പോയി. ഓഷ്യൻ ടൈറ്റാനിക്. ഒരു അമേരിക്കക്കാരൻ, ഒരു കാനഡക്കാരൻ, ദുബായ്ക്കാരൻ, പാകിസ്ഥാൻകാരൻ. പോയത് ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് തേടി. അവരിങ്ങനെ പേടകത്തിൽ പോയി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഓഷ്യൻ ടൈറ്റാനിക് ചെന്നതെവിടാ? പേടകത്തിൻ്റെ 450 മീറ്റർ അടുത്തപ്പോൾ മർദ്ദം കൂടി. എല്ലാവരും പ്രാർത്ഥിച്ച് പത്രത്തിലുണ്ടായിരുന്നു ചേട്ടന്മാർ രക്ഷപ്പെടാൻ. 4-5 എണ്ണം അവിടെ ചത്തുപോയി. ബൈബിൾ. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് തേടിയ 5 എണ്ണം അവിടെ തീർന്ന്. അടുത്ത കഥ കേട്ടോണം. ഈ അടുത്ത സമയത്ത് ഒന്നുകൂടെ അടുത്ത കഥ. അമേരിക്കയിലെ കൊളംബിയ. അവിടുന്ന് അമേരിക്കയിലെ കാടുകൾ, ലോസ് ആഞ്ചലസിൻ്റെ മേളിൽ കൂടെ കാട് പോവുക. ഒരമ്മ, എല്ലാവരും കേട്ടാട്ട്, 4 കുഞ്ഞുങ്ങൾ. മൂത്തത് 14, രണ്ടാമത്തത് 11, മൂന്നാമത്തത് 9. 1.5 മാസം പ്രായമുള്ള സൗരി കൊച്ചു കുഞ്ഞുമായിട്ട് വന്ന സൗരിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. 1.5 മാസമുള്ളൊരു 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമായിട്ട് രാത്രി പോവുക. കൊളംബിയൻ താമസോൺ കാട്. അപ്പനെ തേടി പോവുക. സെസ്ന വിമാനം തിരുവനന്തപുരത്ത് നിന്ന് കടലിന് മേളിൽ പറക്കുന്ന, ഈ പൂവാറി പറക്കുന്ന കുഞ്ഞു വിമാനം. എന്താ പോയി? രാത്രി കാലാവസ്ഥ പ്രതികൂലം, വിമാനം തകർന്നു. ഈ അമ്മയും ക്യാപ്റ്റനും മരിച്ചുപോയി. ഒരു പൈലറ്റേ ഉള്ളായിരുന്നു. ഒരു മൂപ്പൻ വന്നു, ഈ തീയടടിക്ക് പോയി. ഈ കുഞ്ഞുങ്ങൾ വെയിറ്റ് കുറവായതുകൊണ്ട് അച്ചായ ദൂരെ തെറിച്ച് വീണ്. 4 കുഞ്ഞുങ്ങളും. അവർ നോക്കിയപ്പം ഇവർ 3 അവിടെ കത്തിപ്പോയി. അവർ വിചാരിച്ചു ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. 14 അമ്മാമ്മ കേട്ടോ, 11 9 1.5 വയസ്സുള്ള കുഞ്ഞിനെ മാറിയെടുത്തു. എത്ര ദിവസം? 40 ദിവസം വനാന്തരത്തിൽ കൂടെ നടന്നു. ആമസോൺ കാടുകളിൽ, നിങ്ങളോട് പറയാം, നമ്മുടെ ഈ നെയ്യാറ്റിൻകര കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ ബോർഡർ വരുന്നത് പോലെ കാടിൻ്റെ സൈഡിൽ പട്ടാളക്കാർ റോന്തി ഉറ്റുമ്പോൾ 40-ാം ദിവസം 3 കുഞ്ഞുങ്ങളുടെ കാൽപരിമാറ്റം. പട്ടാളക്കാർ ഓടി കാട്ടിനകത്ത് വന്നു. 3 കുഞ്ഞുങ്ങളെ പിടിച്ച ഒരു കൊച്ചു കുഞ്ഞുമുണ്ട്. അവർ ചോദിച്ചു, നിങ്ങൾ ആരാ?
അവർ പറഞ്ഞു ഞങ്ങളുടെ അമ്മ വന്ന വിമാനം തകർന്നു പോയി, മരിച്ചുപോയി. 40 ദിവസം ഞങ്ങൾ വെള്ളവും കായ്കനികളും നിന്ന് നടക്കുക. ഈ കുഞ്ഞുങ്ങളെ 4 പേരെയും മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാവരും കേൾക്കണം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ട്രിപ്പ് കൊടുത്തു. ഇതെല്ലാവരും അറിഞ്ഞു. BBC-യുടെ ലേഖി എന്ന പട്ടാളത്തിൻ്റെ ചീഫിനോട് പറഞ്ഞു, സാർ ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കാണണം. 40 ദിവസം വനാന്തരത്തിൽ കിടന്നുകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണാനൊന്നും പറ്റിയല്ല, അത് വളരെ ക്ഷീണമാണ് കുഞ്ഞുങ്ങൾ. അവൾ പറഞ്ഞു ഒരു 2 മിനിറ്റ് ചേച്ചിമാർ കേട്ടാട്ടെ. അവൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞ് 14-കാരിയുടെ ട്രിപ്പ് കയറിയപ്പം ചോദിച്ചു, ലാസ്റ്റ് 14 days അറ്റ് ആമസോൺ ഫോറസ്റ്റ് ഹൂ ഈസ് അറൈവിംഗ് ടു യു? ആരാ നിങ്ങളെ സംരക്ഷിച്ചത്? ഈവൻ ഇൻ കണ്ണിങ് റൈൻ ആൻഡ് കട്ടിങ് സ്നേക്ക്, കടിച്ചു പറിക്കുന്ന പാമ്പച്ചായ, വൈകിട്ട് പെരുമഴയോ, 40 രാവും 40 പകലും ആര് സംരക്ഷിച്ചു? ആ കുഞ്ഞ് ഒരു കൈ ട്രിപ്പ് കയറുമ്പോൾ എല്ലാ ചേച്ചിമാരും കേൾക്കണം, മറുകരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ആൻ അൺസീൻ പവർ, ഒരദൃശ്യ ശക്തി 40 രാവും 40 പകലും ഞങ്ങൾ വഴി നടത്തി. ഇന്ന് രാത്രി ധനവാന്മാർ ടൈറ്റാനിക്കിനെ തേടിപ്പോയപ്പോൾ സമുദ്രത്തിൽ കയർന്നപ്പോൾ 4 പിഞ്ചു കുഞ്ഞുങ്ങളെ 40 ദിവസം വഴി നടത്തുക സ്വർഗത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്നവനാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ലൂക്കോസ് 13:6-7-8 ആദ്യം പറയേണ്ടത് അവസാനം പറയുക, നിർത്താം. ലൂക്കോസ് 13:6-7-8. അവൻ ഈ ഉപമയും പറഞ്ഞു. എല്ലാവരും ഈ വാക്കെടുത്താട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ അത്തി വരുന്നത് റയറാ മക്കളെ. നമ്മളിലെ പ്ലാങ്കുരു വലിച്ചെറിഞ്ഞ പോലെ അച്ചായ ഇത് എങ്ങനെയോ വന്ന് വീണതാ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തി. അടുത്ത വാക്ക്, അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. പല വർഷങ്ങളായിട്ട് ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അടുത്തത്, അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ 3 സംവത്സരമായി, കൊല്ലങ്ങൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, കോടാലി എടുത്ത് വെട്ടിക്കളക. സ്വർഗം പറഞ്ഞതാ, കോടാലി എടുത്ത് വെട്ടിക്കളയ. അപ്പൊ തോട്ടക്കാരൻ ഇടിവിൽ നിന്നൊരു കാര്യം പറഞ്ഞു. ഇതാ സുവിശേഷ പ്രസംഗം. വായിച്ചാട്ട് മോളെ. അതിനവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ചു, വളമിടും. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ഉയർത്തുന്നവർക്കായി എന്നേ നമ്മളെ വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞുപോയി. എന്നാൽ ഇടിവിൽ ഒരുവൻ നിന്നു, നമ്മൾക്കൊരു ഫലവുമില്ല. പറഞ്ഞൊരു കാര്യം കൊണ്ട് ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. കരമുയർത്തുന്നവർക്കായി. സന്തോഷം ഇല്ലല്ലോ അച്ചായ? ഇന്ന് രാത്രി കേട്ടോ, എല്ലാവരും കേൾക്കണം മാമേ, കർത്താവിനെ സ്തുതിക്കേണ്ടതാ. കൊട്ടാരക്കര വിക്ടറി മെഡിക്കൽസ് നടത്തുന്ന ഒരു അച്ചായൻ, 56 വയസ്സുള്ള മർത്തോമക്കാരൻ, നല്ല മനുഷ്യൻ, രോഗികളെ സഹായിക്കുന്നത്. അച്ചായനും അമ്മാമ്മയും കൂടെ അവർക്ക് ഈ ബിസിനസ്സുകാർക്ക് ടൂറുണ്ട്, പെയിൻറ്റുകാർക്ക് വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്. ഇവിടുന്ന് കുറേ പേരുമായിട്ട് പ്ലെയിനകത്ത് പോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് പോയത് സ്വോത്രം ബോട്ടിങ്ങിനാണ്. മലയാളികൾ 2 ബോട്ട്, തമിഴ് മക്കളുമായിട്ട് ബോട്ടിലായിരുന്നവർ. ആ 3ാമത്തെ ബോട്ട് മറിഞ്ഞ് പോയപ്പോൾ സന്തോഷത്തോടെ പോയത്. 56-കാരൻ അച്ചായൻ, 56-കാരി അമ്മാമ്മ, നല്ല ബിസിനസ്. പോയത് പ്ലെയിനകത്ത് കൈവീശി. തിരിച്ച് എയർപോർട്ടിൽ വന്നത് എംബാം ചെയ്ത 2 പെട്ടിക്കകത്ത്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വലിയ വീട് തന്നിട്ടല്ല, വലിയ കാർ തന്നിട്ടല്ല, വലിയ കമ്പ്യൂട്ടർ തന്നിട്ടല്ല, വ്ളാങ്ങാമുറി പറയണ എൻ്റെ കണ്ണിന് കണ്ണുനീരിന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന മരണത്തിൽ വിടുവിച്ച് ജീവനുള്ള ദേശത്തെന്നെ കാത്ത ദൈവത്തിന് സ്തോത്രം. അച്ചായ മാമേ, എത്ര നാളുകളായി നോക്കുന്നു, വല്ല ഫലവുമുണ്ടോ? അതിനകത്ത് ഒരു ഫലവുമില്ല. സ്വർഗം പറഞ്ഞു കോടാലി എടുക്കാൻ. എന്നാൽ നടുവിൽ നമ്മുടെ നാഥൻ പറഞ്ഞ കാര്യമുണ്ട്, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. കരമുയർത്തുന്നവർക്കായി അതിനെ ഞാൻ കിളയ്ക്കാം, വളമിടാം, വെള്ളമൊഴിക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം കായ്പാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അവസാനിപ്പിക്കുന്നു. ബാക്കി നാളെ. ഒരു മൃഗം വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി ആ മൃഗമല്ല വരുന്നത്, നമ്മുടെ പ്രത്യാശ. കരമുയർത്തിപ്പിടിക്കാം. എല്ലാവർക്കും കരമുയർത്തിപ്പിടിച്ചാട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. വ്ളാങ്ങാമുറിയേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മക്കളെ എഴുന്നേറ്റാട്ടെ. ഈ രാത്രി അവസാനിപ്പിക്കും, നാളെ നേരത്തെ തുടങ്ങും. ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന വചനമാണ്. യേശു വന്നത് നിന്നെ മതത്തിൽ ചേർക്കാനല്ല, നിന്നെ നിത്യരാജ്യത്തിൽ ചേർക്കാനാണ്. ഇന്ന് രാത്രി പച്ചയ്ക്ക് ഞങ്ങൾ ജീവൻ്റെ സുവിശേഷം പറഞ്ഞു.
പുണ്യസ്ഥലങ്ങളിലേക്ക് ഓടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ കാന്തൻ മടങ്ങി വരാറായി. എല്ലാവരും എഴുന്നേറ്റാട്ടെ, ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. എല്ലാ കരങ്ങളും അടിച്ച് ചേർന്ന് നമ്മെ സഹായിപ്പാൻ ആര് വരും? യേശു വരും. യേശൂരിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എല്ലാ കരങ്ങളും അടിച്ച് പട്ടണം പിടിപ്പിക്കപ്പെടട്ടെ. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. ലോർഡ് ജീസസ്, എല്ലാ കരങ്ങളും അടിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് യേശൂരിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ചേർന്ന് പാടി. യേശൂരിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. അവൻ ആൽഫാ, എല്ലാ കരങ്ങളും ഒമേഗ, അവനാദ്യം അന്ത്യം. ശക്തിയോടെ അവൻ ആൽഫാ, ഒമേഗ, അവനാദ്യം അന്ത്യം. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും സിസ്റ്റർ ബ്രദർ അവനും മാറാത്തവൻ. എല്ലാ കരങ്ങളും കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ. അവനാൽഫാ, ഒമേഗ, അവനാദ്യം നന്ദി കർത്താവേ. അവനാൽഫാ, ഒമേഗ, അവനാദ്യം അന്ത്യം. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള താരയെ പിളർന്നു ദാഹം. ഇസ്രായേൽ മക്കളെ പോറ്റിയ ദൈവം മാധുര്യമാക്കാൻ കഴിവുള്ള താരയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ സിസ്റ്റർ ബ്രദർ ചേർന്ന് പാടി. ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമയെന്നും നടക്കും. അവനാൽഫാ, ഒമേഗ, അവനാദ്യം അന്ത്യം. അവനാൽഫാ, ഒമേഗ, അവനാദ്യം അന്ത്യം. കാരാഗ്രഹത്തിലും പത്മോസിലും ആത്മാവിലെന്നെ വിളയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിലും ആത്മാവിലെന്നെ വിളയ്ക്കുന്നവൻ. ബലഹീനരായിരുന്നാലോ പുതുബലമെന്നിൽ പകരും. ഒരു പുതിയ ശക്തി ഈ കൺവെൻഷനിൽ ശേഷിപ്പുകളെ ബലമെന്നിൽ പകരും. ചേർന്ന് പാടി. അവനാദ്യം അന്ത്യം. ചേർന്ന് പാടി. എല്ലാ വായുകളെ തുറന്ന് യേശൂരിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ശക്തിയോടെ ജനം ആരാധിച്ചാട്ടെ. യേശൂരിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. അവനാൽഫാ, നെയ്യാറ്റിൻകര ഉണരട്ടെ. അവനാൽഫാ, ഒമേഗ, അവനാദ്യം ദൈവം നമ്മെ നിർത്തിയതല്ല, ദൈവമല്ല തന്നതല്ലേ. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമല്ല നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിയോ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിയോ.
ശത്രുക്കോൾ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കരുതിടണേ. ഇനിയും നടത്തിടും ഇനിയും കരുതിടണേ. ഇനിയും ശത്രുവിനെ ബാധിക്കുമ്പോൾ തകർക്കുമെന്ന് നീതിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനെ സുനാൻ പ്രവൃത്തിയിൽ വലിയവനെ സുനാൻ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇനിയും നടത്തണേ തിരുവിധം ഒരു മഴ പെയ്യുന്നത് പോലെ കാറ്റടിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിന്റെ പകരം ചാണക ബൗദ്ധ മനോദര വന്തൽ കമന രഗത രഗതേ സൗദേ യേശുവിന്റെ രക്തം ജയം യേശുവിന്റെ രക്തം ജയം യേശുവിന്റെ രക്തം ജയം യേശുവിന്റെ രക്തം ജയം എല്ലാ അന്യായ കൃത്യങ്ങളും എല്ലാം യേശുവിന്റെ നാമത്തിൽ ദേവൻ വല്ലമായി ദേവൻ വല്ലമായി ദേവൻ വല്ലമായി നന്ദിയമ്മ നന്ദിയമ്മ നിന്റെ കരുണയ്ക്കായി നിന്റെ ദയക്കായി നന്ദിയമ്മ. Lord Jesus, the precious Mom, the mighty presence of Holy Spirit surround the ground, the touching and healing power, touch and every fathers and every mothers, every sisters and every child, the presence of Holy Spirit. Now we are praying, we rebuke every cancers, every tumors, every arthritis, every heart attack, every kidney disease, the mighty presence of Holy Spirit. കത്തി തൊടാതെ സർജറി കരുത്തുറ്റ യേശുവിന്റെ കരു 2-3 minutes ശബാശ തുടങ്ങി വെച്ചു. ഹല്ലേലൂയ ഹോസന്ന 2-3 minutes. എരിഹോ ശാപം കിട്ടിയ ഒരു നഗരമാണ്. എരിഹോയിൽ ആര് കട്ടട വെച്ചാലും അവന്റെ തലമുറകൾ നശിക്കും. അടിസ്ഥാനം വിട്ടാൽ അവന്റെ കുടുംബം ഇല്ലാതായി പോകും. എന്നാൽ എരിഹോയിൽ ഒരുവൻ കടന്നു, തീമായുടെ മകൻ ബർത്തോലോമായി. കരമുയരുന്നില്ലല്ലോ. അവന്റെ കാത്തിരിപ്പിനൊടുവിൽ ഒരുവൻ വന്നു, ഞങ്ങളുടെ നാഥൻ. കരമുയർത്തുന്നവർക്ക് നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുവാൻ സിസ്റ്റർ കരമുയർത്തി പിടിച്ചാട്ട്. പിശാച് പറയും നിന്റെ വീടിന് കട്ടള വെച്ചാൽ അനർത്ഥം വരും. സാത്താൻ പറയും നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകും. നെവർ. എന്നാൽ ഇന്ന് രാത്രി എരിഹോവിൽ കൂടി ഒരുവൻ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. തീമായുടെ മകൻ ബർത്തോലോമായി നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ലാസ്റ്റ് മോമെന്റ് എന്നോട് കരുണ തോന്നണമെന്ന് ആര് പറയും? നിന്റെ ശാപത്തെ അനുഗ്രഹമാക്ക്. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. പലരും ശാപവിധി ശുശ്രൂഷ നടത്തുന്നു. അതല്ല, നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുക. യെരിഹോയുടെ തെരുവീതിയിൽ ഇറങ്ങി വന്ന ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി നീ എഴുന്നേൽക്കാം. നടക്കാൻ പറഞ്ഞു. സ്തോത്രം. അവന്റെ കണ്ണിന് കാഴ്ച കിട്ടി. ഇന്ന് രാത്രി ആ കർത്താവ് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ചില ചാവാറായ ശേഷിപ്പുകൾ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. ചില കിടക്കയിൽ കിടക്കുന്നത് ചിലത് എഴുന്നേൽക്കട്ടെ. ലോകം പറയാ എന്താ അസാധ്യമെന്ന്, ഇമ്പോസിബിൾ. ബട്ട് ടുഡേ നൈറ്റ് ഒരുവൻ ഞങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കരമുയർത്തി പിടിച്ചാട്ടെ. എരിഹോയിലെ തെരുവീതിയിൽ കടന്നവന് പെട്ടിയും കിടക്കയും വലിച്ചെറിഞ്ഞവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നടത്തിയതുപോലെ ഈ കൺവെൻഷനകത്ത് ചിലത് എഴുന്നേൽക്കട്ടെ. രോഗക്കെട്ടുകൾ തകർന്നുകൊണ്ട് കിടക്കകത്ത് ചിലത് എഴുന്നേറ്റട്ടെ. ആ കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ട് അരുമயான പാടൽ. ഉയിരോട് എഴുന്നവരെ കരങ്ങൾ തൂക്കി അപ്പച്ചൻ നന്ദി ആണ്ടവരെ. ജീവനേ ആദിപതിയേ உம்மை ஆராதனை செய்கிறோம். ஒரு தடவை உயிரோடு
உயிர்த்தெழுந்தவரே, கரங்கள் தூக்கி கர்த்தர் மகிமை. உயிரோடு எழுந்தவரே, உண்மை ஆராதனை செய்கிறோம். நன்றி ஆண்டவரே. ஜீவனின் அதிபதியே, உண்மை உண்மை